ദാ ഇന്ന് ചീര തോരനാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇതും. അപ്പം അതിനായിട്ട് ഞാൻ ചീര ആദ്യമേ ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളം തോരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ രണ്ടായിട്ടാണ്, തണ്ട് വേറെയും ഇല വേറെയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് വഴറ്റാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ടാണ്. ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണേ. തണ്ട് ഒരു 1.5 മിനിറ്റ് വല്ലതും ഒന്ന് വേവിച്ചാൽ മതിയായിരിക്കും. ഇനി ഇത് തുറന്ന് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേണേ വേവിക്കാൻ. ഇതൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നാളെ കാണാം.